ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ തേങ്ങ ഇടാനുള്ള ചേട്ടൻ പറമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് തേങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറമ്പിലാകെ തപ്പി നടന്നിട്ടായിരുന്നു കറിക്കെടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സമാധാനമായി. രാവിലെ എണീക്കുന്ന പാടെ തന്നെ പറമ്പിലൊക്കെ തേങ്ങയ്ക്ക് വേണ്ടി തപ്പി കിടക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു തെങ്ങ് കയറുന്നതിന് 70 രൂപയാണ് കേട്ടോ. നേരത്തെ 50 ആയിരുന്നു, ഇപ്പോൾ 70 കൂടിയിട്ടുണ്ട്. ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മെഷീൻ എടുത്തിട്ട് തെങ്ങയിൽ കയറുമായിരുന്നു. ഇപ്പം അവരാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തേങ്ങ ഇടുന്ന ആളെ തന്നെ വിളിക്കണം. ഇവിടെ 1 കിലോ തേങ്ങയ്ക്ക് 70-75 ഒക്കെ വിലയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ എത്ര തേങ്ങയ്ക്കെന്നൊന്ന് പറയണേ. ഇന്ന് നമ്മൾ കുറച്ച് തെങ്ങിന്ന് മാത്രമേ തേങ്ങ ഇടുന്നുള്ളൂ കേട്ടോ. അക്കരെ മലയിലെ തെങ്ങിന്നൊന്നും തേങ്ങ ഇടുന്നില്ല. ഇനിയിപ്പോ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മഴ വരുന്നതിന് മുന്നേ നമുക്ക് തെങ്ങൊരുക്കി വളമൊക്കെ ഇടണം. അങ്ങനെ താഴത്തെ തേങ്ങയൊക്കെ പറക്കി നമ്മളിപ്പം മേളിൽ തേയിലത്തോട്ടമുള്ള ഭാഗത്തേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോഴത്തേനും പിങ്കിയും പാറും ഒക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം പിങ്കിയും പാറും കൂടെ തേങ്ങയൊക്കെ പറക്കിക്കോളും. കാരണം അവർക്കാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പറമ്പിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. കഴിഞ്ഞ തവണ ചോല ചാടിച്ചതിൽ കുറേ വിറകുകളൊക്കെ പറക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ വലിയൊരു ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് പതുങ്ങി പോകും കേട്ടോ. കുട്ടികളാകുമ്പോൾ അവരങ്ങനെ താന്നൊന്നും പോകില്ലല്ലോ. പിന്നെ ഇതിനകത്ത് കുറേ മൺപുറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പന്നേലിയൊക്കെ മാളുണ്ടാക്കി വെക്കുന്നതാണ്. കഴിഞ്ഞ തവണ തേങ്ങ പറക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കാൽ അതിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. രാവിലെ തേങ്ങ പറക്കാൻ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല കേട്ടോ വന്നത്. എൻ്റെ കൂടെ ഇന്നയും ഉണ്ടായിരുന്നേ. ഇന്ന എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടത്തെയാണ് കേട്ടോ. അപ്പോൾ ഇന്നയാണ് പറഞ്ഞു തരുന്നത് ഏതൊക്കെ തെങ്ങിലാണ് കയറ്റിക്കേണ്ടതെന്നൊക്കെ. അതിങ്ങനെ കൊടയടി. അപ്പം ആ ഒരു തേങ്ങ കിട്ടും പാറുവിനോട്. മേലെ പിടിച്ചിങ്ങനെ കൊടയും. അങ്ങനെ നമുക്ക് അത്യാവശ്യത്തിനുള്ള തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ 1 കല കരിക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ കരിക്കിനായിട്ട് വെട്ടിയതല്ലായിരുന്നു കേട്ടോ. തേങ്ങയുടെ ഭാരം കാരണം കൊലയായിട്ട് ഇരിഞ്ഞിരുന്നപ്പോൾ വെട്ടിയെടുത്തതാണ്. അങ്ങനെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന തേങ്ങ എല്ലാം കൂടി പാറുവും പിങ്കിയും ചാക്കിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങയായിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പോ താഴേക്ക് കുറച്ച് തെങ്ങിലെ തേങ്ങ കൂടി പറക്കി ചാക്കിലാക്കാനുണ്ട്. എനിക്ക് മുന്നേ ഈ കരിക്കും തേങ്ങയും കൂടെ തിരിച്ചറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം പച്ച തേങ്ങയിൽ വെള്ളം കുലുങ്ങുന്നില്ലെങ്കിൽ അതാണ് കേട്ടോ കരിക്ക്. കുലുങ്ങുന്നുണ്ടെങ്കിൽ അത് തേങ്ങയായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ചയും ഉറക്കമാണെന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് സാധാരണ ഏറ്റവും ആദ്യം എണീക്കുന്നത് കുഞ്ഞുണ്ണിയായിരുന്നു. എന്നിപ്പോൾ കുഞ്ഞുണ്ണി എണീറ്റിട്ടില്ല. അങ്ങനെ 4-5 തവണയായിട്ട് തേങ്ങയെല്ലാം കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് കരിക്ക് വെട്ടി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ കരിക്കും തേങ്ങ അല്ലാത്ത പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 1 കൊല കരിക്കുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേറെ കരിക്ക് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ കരിക്കിന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കരിക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് സ്കൂപ്പ് ചെയ്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് ചമ്മന്തിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീര കൃഷ്ണൻ.